ഇതാ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഇത്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒരു കറിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് വരുന്ന ഒരു സ്റ്റൂ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, കുറച്ച് ഗ്രീൻ പീസ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു അരമുറി തേങ്ങായ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞൊന്ന് ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും വിധമാണ് കിട്ടിയിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഒരു തക്കോലം, ഇത്രയൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. കിഴങ്ങിട്ട് ഇളക്കണ്ട, അതിൻ്റെ മുകളിലോട്ട് തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക, സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പുപൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്തെ വെള്ളമയമെല്ലാം നന്നായിട്ട് വറ്റി വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളമയം എല്ലാം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പൊടിയൊന്നും ഇടുന്നില്ല. കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-ാം പാൽ ഒഴിച്ച് ഇതിൽ കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് 2-ാം പാൽ ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേക്കിന് നമുക്ക് അതിൻ്റെ 1-ാം പാലെടുത്ത് 1-ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നാളെ കാണാം.